ഹായ് ഹലോ സിന്ധു മാംഗ്ലോസിൻ്റെ ഒരു ഹാപ്പി വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ എന്നും ചോദിക്കുന്നുണ്ടല്ലേ രാവിലെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എന്നല്ലേ. എല്ലാ വീട്ടിലും സുഖവും ദുഃഖവും ഒക്കെ കൂടെ കലർന്നാണല്ലോ ജീവിതം അല്ലേ. എന്താ പറയുക, ഇന്ന് രാവിലെ കേട്ട എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ട് തന്ന ഇത് ഞാൻ പറയട്ടെ. എനിക്കത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഒരു ചേട്ടനാണ് കേട്ടോ, ചേട്ടനിട്ടേക്കുന്ന ഇതാണ് ഒരു മെസ്സേജ്. നല്ലൊരു എന്താ പറയുക, ഒത്തിരി നല്ലൊരു കാര്യം കേട്ടോ. ആളിട്ടേക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഒരു ചേട്ടനാണ് ഇട്ടേക്കുന്നത്. ആ ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണെന്നറിയോ, നമ്മുടെ ഭാര്യമാർക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു വരുമാനമാർഗം ഉണ്ടായിരിക്കണം. അഥവാ ഇനിയിപ്പം നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സ്റ്റേജാണ്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ലാത്ത ഒരു സ്റ്റേജാണെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാർ അവരെ പരിഗണിച്ച് അറിഞ്ഞ് അവർക്ക് ഒരു മാസാമാസം ചെറിയൊരു തുക വെച്ച് കൊടുക്കണം. എന്താണെന്നറിയാവോ, അത് നമ്മുടെ ഭർത്താക്കന്മാരെല്ലാം ചെയ്യേണ്ട കാര്യമാണ്. ഭയങ്കര ഇത് തോന്നി, ഭയങ്കര ഒരു സന്തോഷം തോന്നി ആ ഒരു മെസ്സേജ് കേട്ടപ്പോൾ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണമെങ്കിലും നമ്മൾക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരണമെങ്കിലും എല്ലാം ഭർത്താവിനെ ആശ്രയിക്കണം അല്ലേ. അപ്പം അവർക്കതൊരു ബുദ്ധിമുട്ടോ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പം ശരിയല്ലേ. ഇപ്പം എനിക്കിപ്പം ഞാൻ നേരത്തെ മുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പൈസ ഉള്ളതുകൊണ്ട് ശരിയാണ്. എനിക്കിപ്പോൾ ചേട്ടായിക്ക് ഒരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ചേട്ടായിക്ക് ഒരു ഷർട്ട് എടുത്ത് കൊടുക്കണമെങ്കിലോ, അല്ലെങ്കിൽ എൻ്റെ ആർക്കായിക്കോട്ടെ, എൻ്റെ കൂടെ പുറപ്പുകൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോ, യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പാണെങ്കിലും കേട്ടോ, എൻ്റെ കൂടെ പുറപ്പുകൾക്കോ ആർക്ക് വേണമെങ്കിലും ഒരു കുഞ്ഞ് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. എനിക്ക് ചേട്ടായോട് കൈ നീടേണ്ട ആവശ്യമില്ല. ചേട്ടാ ഞാനത് ചെയ്യുവാണേന്ന് പറയും, നീ ചെയ്തോടി എന്ന് പറയും. അത്രേ ഉള്ളൂ, പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ, അങ്ങനെയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ ചെറിയൊരു പൈസ കാണും എപ്പോഴും, ശരിയല്ലേ. അതുകൊണ്ട് ആ വലിയൊരു ബുദ്ധിമുട്ട് എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ പണിയാൻ പോകാണ്ട് എനിക്ക് നട്ടലിനൊക്കെ പ്രശ്നമൊക്കെ ആയിട്ട് 6 മാസമൊക്കെ ഞാൻ കിടപ്പിലൊക്കെ കിടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പൈസ വേണമെങ്കിൽ നമ്മൾ എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ഭർത്താവിനോട് ചോദിക്കണം അല്ലേ. അതൊരു വിഷമം പിടിച്ച കാര്യമാണ്. ചേട്ടാ എനിക്ക് ഇന്ന സാധനം മേടിക്കാനായിട്ടാണ്, അല്ല ഇന്നടത്ത് കൊടുക്കാനാണ്, ഇന്ന സംഘത്തിൽ കൊടുക്കാനാണ്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അത് അനുഭവിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലൊക്കെ കേട്ടോ. അപ്പം ഞാൻ മനസ്സിലോർത്തു, രാവിലത്തെ ഗുഡ് മോർണിംഗിൻ്റെ വാട്സപ്പിനകത്ത് എനിക്കൊരു മെസ്സേജ് ഇട്ട് തന്ന എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പം നല്ലൊരു മെസ്സേജാണ്. ആ പറഞ്ഞ വ്യക്തിയോട് ഒത്തിരി താങ്ക്സ് കേട്ടോ. ഒത്തിരി നല്ലൊരു മെസ്സേജാണ് താങ്കൾ കൊടുത്തത്. ആരാ എവിടെയുള്ളതെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മുടെ ഭാര്യമാരെ നമ്മൾ പരിഗണിച്ച് ശമ്പളം ഇല്ലാത്തവർക്കാണെങ്കിലും ഒരു നിശ്ചിത വരുമാനം, ഒരു ചെറിയൊരു തുക കൊടുക്കണം എന്ന്. സത്യമല്ലേ അത്? എന്തേരം വീട്ടുപണികൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പണികളും കാണത്തില്ല അല്ലേ നമ്മുടെ വീട്ടിൽ. ചില ഭർത്താക്കന്മാരൊക്കെ ഇച്ചിരി മദ്യമൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ടോ, നിനക്ക് എന്നായിരുന്നു നീ ഇന്ന് മൊത്തം ഇവിടെ പണി, നീ എന്നെ എടുക്കുമായിരുന്നു ഇത്ര നേരം, നീ എന്നെ ഇവിടെ മല മറിച്ചോ, വീടങ്ങോട്ട് തള്ളി മാറ്റിയോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഭർത്താക്കന്മാരെ എനിക്കറിയാം. അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കാം മരം കയറുകയും എന്താ പറയുക ചുമടയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് അവർ വൈകിട്ട് അവരുടെ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു 50 അടിച്ചിട്ട് നല്ല കൂളായിട്ട് വന്നിട്ടായിരിക്കും ഈ ഭാര്യയോട് ചോദിക്കുന്നത്. പക്ഷേ ഭാര്യ എന്നാ വീട്ടിൽ ചെയ്യുന്നത്? ഇവരൊക്കെ മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അച്ഛനമ്മമാരുണ്ട് അവരുടെ കാര്യം നോക്കണം, പശു ആടോ പന്നിയോ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം, കുടുംബത്തെ സർവ്വ കാര്യം നോക്കണം. പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിക്ക് എന്തെങ്കിലും കൂലി ഉണ്ടോ അല്ലേ? അടുക്കള പറയണം, അല്ലെങ്കിൽ ഭാര്യമാരുടെ ഇതെന്ന് വന്നു. പക്ഷേ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഒരു കടമയാണ് എന്ന് കരുതി അതിനെ നല്ല ഭംഗിയായിട്ട് അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു സുഖമാണ്, സന്തോഷമാണ് അല്ലേ. നമുക്ക് ശമ്പളം ഇല്ലെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ല അല്ലേ. നമ്മുടെ മക്കളെയും നമ്മുടെ ഭർത്താവിനെയും നമ്മുടെ അച്ഛനമ്മമാരെയും ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഹാപ്പിയായിട്ട് നോക്കിയിരിക്കുമ്പോൾ. പക്ഷേ ഞാനിപ്പോൾ കുറ്റമായിട്ട് പറഞ്ഞതല്ല, ചില ഭർത്താക്കന്മാരെ എനിക്കറിയാം എന്നായിരുന്നു ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ പറയുകയേ ചെയ്യരുത് കേട്ടോ. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടോ ഒരു വീട്ടമ്മയായതുകൊണ്ടോ ഒരു ഭാര്യ ആയതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ അടുത്ത ഒരു ഇതില്ലല്ലോ. അത് തന്നെ ഏറ്റവും വലിയൊരു ഇതല്ലേ സ്ത്രീക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനവും ഇതുമൊക്കെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ രാവിലത്തെ ഈ ഒരു മെസ്സേജ് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ശരിയാണ് കേട്ടോ. നമ്മളെ ഭർത്താക്കന്മാരായിക്കോട്ടെ, ചേട്ടന്മാരായിക്കോട്ടെ, നമ്മുടെ ചേച്ചിമാരുടെ ഭർത്താക്കന്മാരായിക്കോട്ടെ, നമ്മുടെ ആങ്ങളമാരായിക്കോട്ടെ, നമ്മുടെ അയൽവക്കത്തുള്ള ആൺകുട്ടികളായിക്കോട്ടെ, ചേട്ടന്മാരായിക്കോട്ടെ, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ചില ഒരു ബഹുമാനത്തോടെയും ഒരു സ്നേഹത്തോടെയും, ഇപ്പം താഴത്തെ രഞ്ജിത്ത് നിസാരം നമ്മുടെ സ്വന്തക്കാരല്ല, കല്യാണിൻ്റെ ചേട്ടായുടെ അളിയൻ്റെ സ്വന്തക്കാരാണ് കേട്ടോ. അപ്പം ചെറിയ ബന്ധക്കാരൻ അല്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ രഞ്ജിത്ത് എപ്പോഴാണെങ്കിലും എവിടെ പോയാലും ചേച്ചി അവൻ ഞാനിപ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ അവൻ പുറത്ത് നിൽക്കുവാണെങ്കിലും ചേച്ചി എന്നാ ഉണ്ട്
ഉണ്ട്. ആ ഒരു ഇതിൽ നമുക്കൊരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ തരുന്നത്. അങ്ങനെയുള്ള മറ്റുള്ള എന്നാ പറയുക സഹജീവികളോട് അല്ലെങ്കിൽ ചേച്ചിമാരോട് സ്ത്രീകളോട് ഒക്കെ അങ്ങനെ ഒരു അനുകമ്പയും ഒക്കെ കാണിക്കുന്ന ഒത്തിരി നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം ചേട്ടന്മാരുടെയും ഈ കള്ളൊക്കെ കുടിച്ചിട്ട് ചെന്ന് വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ചേട്ടന്മാരുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് വേണ്ടിയിട്ട് കൂടെ ഞാൻ പറയുകയാണ്. അങ്ങനത്തെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇടുന്നുണ്ട്. ഇന്നലെ അങ്ങനെയായിരുന്നു സിന്ധുമ്മേ, ഉറങ്ങാൻ പറ്റിയിട്ടില്ല, അങ്ങനെ ഏജ് കൂടിയവരും ഏജ് കുറഞ്ഞവരും ഒക്കെ ഒത്തിരി മെസ്സേജ് ഇടുന്നുണ്ട് കേട്ടോ. ഒത്തിരിയും ഇന്നത്തെ ഈ ഒരു കാലത്തിലും ഒത്തിരി വിഷമവും വേദനയൊക്കെ അനുഭവിക്കുന്നവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് ചേട്ടന്മാർക്കൊന്നും ഇതാകത്തില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ പറയാമെന്നുള്ളതേ ഉള്ളൂ അല്ലേ. എന്തായാലും നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ ആണെങ്കിലും കൂടപ്പുറപ്പിനെ ആണെങ്കിലും ആരെയാണെങ്കിലും ഒന്ന് പരിഗണിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളെ ബഹുമാനിക്കുക. അവർക്ക് വരുമാനം ഇല്ലാത്ത അല്ലെങ്കിൽ തൊഴിലില്ലാത്ത എന്തോ ഒരു വീട്ടിലെ ഒരു ഇതാണ് അവളുടെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാണ്ട് അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കുടുംബം ഒരു സ്വർഗ്ഗമായി മാറും കേട്ടോ. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ മറിച്ചിടുന്ന അല്ലെങ്കിൽ 5-6 വീട്ടിലാണെങ്കിലും എൻ്റെ ചേട്ടായുടെ വീട്ടിലാണെങ്കിലും ഒക്കെ എനിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ എപ്പോഴും നല്ല സന്തോഷവും ഇതൊക്കെയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം അഥവാ ഇനി ഇപ്പം ഭർത്താക്കന്മാരുടെ ഭാഗത്ത് ഒരു ചെറിയൊരു വിഷമം നമുക്ക് സഹിക്കേണ്ടി വന്നാലും സങ്കടം സഹിക്കേണ്ടി വന്നാലും അവിടെയുള്ള അമ്മയും അച്ഛന്മാരാണേലും കൂടപ്പുറപ്പുകളാണേലും ഒക്കെ നമ്മളെ ചേർത്ത് പിടിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരാവശ്യം വരുമ്പോൾ ഒരു 10 രൂപ വരെ സഹായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിൽ ഓർക്കുമായിരുന്നു ദൈവമേ, അല്ല ഓരോരുത്തർക്കും ഓരോ ഇതെല്ലാം ഇവിടെയാണല്ലോ പോകുന്നത്. എല്ലാവർക്കും ഒന്നും നമുക്ക് കിട്ടിയ മാതിരിയൊന്നും ആയിരിക്കുമല്ലോ. പിന്നെ നല്ല ഒത്തിരിയും സന്തോഷങ്ങളും സുഖങ്ങളും അറിഞ്ഞ് ജീവിക്കുന്ന ഫാമിലി അംഗങ്ങളും ഉണ്ട്. എന്നാലും ഞാനങ്ങ് പറഞ്ഞതോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ആ ഒരു കുഞ്ഞു മെസ്സേജിൻ്റെ ഒരു കാര്യം പറഞ്ഞ് ഇത്ര അങ്ങോട്ട് നീണ്ടു. അപ്പോൾ ചേട്ടന്മാരുടെ എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മുടെ വീഡിയോ കാണുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ ചേട്ടന്മാരുടെയും ഒക്കെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഭാര്യമാർക്ക് പണിയില്ലാത്ത ജോലിയും കൂലിയും വേറെ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒരു നിശ്ചിത തുക എല്ലാ മാസവും കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചെത്തിക്കോളൂ. ഷർട്ട് രൂപയുടെയോ പാൻറ് രൂപയുടെയോ ഒക്കെ ആയിട്ട്. അപ്പോൾ അത് തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനിപ്പോൾ അത് സന്തോഷം കൊണ്ട് മനസ്സ് നല്ല ഒരു ഇത് ചെയ്തുകൊണ്ട് അത് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഉപ്പുവര വരെ പോവാണ്. രാവിലെ അല്ല ഇപ്പോൾ സമയം 12:30 ആകാൻ പോന്നു. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ചേട്ടായി വന്നപ്പോൾ വലിയൊരു ചാക്കൂട്ടുമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അവനെ ഇന്നലെ ഞങ്ങൾ രാത്രി തന്നെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി അതിൻ്റെ പണികളൊക്കെ ഇന്നിപ്പോൾ രാവിലെയാണ് ചെയ്തത്. എന്താണെന്നൊക്കെ നിങ്ങൾ വീഡിയോ പോയി കണ്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഇന്ദിരാമ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ദിരാമ വന്നിട്ട് എടി കൊച്ചെ LIC കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ 2-3 മാസം മുമ്പ് എന്നെ ഒരു LIC വന്ന് ഗുസ്തി പിടിച്ച് ഇന്ദിരാമ ചേർപ്പിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എടി കുഞ്ഞെ നിനക്ക് ഒരാപത്ത് സമയത്ത് ഇത് ഉപകാരപ്പെടും, നീ ചേര് എന്ന് പറഞ്ഞു. ഒരു 3-4 വർഷമായിട്ട് എൻ്റെ പുറമേ നടക്കുക കേട്ടോ. ഞാൻ ചേരാതിരുന്ന. അപ്പോൾ ഇന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞു ബാങ്കിൽ നിന്ന് പിടിച്ചിട്ടില്ലടി ചോദിച്ചത് നിൻ്റെ LIC 2 മാസത്തെ കുടിശ്ശികയുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ബാങ്കിൽ പാസ്ബുക്കൊക്കെ ആയിട്ടൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പാസ്ബുക്കൊക്കെ ഒന്ന് പതിപ്പിക്കണം. പിന്നെ അടുത്ത ദിവസം തയ്യലിൻ്റെ സംഘം ഉണ്ടാകുന്ന എനിക്ക് ചിലപ്പം പോകാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യമായിരിക്കും തോന്നുന്നു, അറിയത്തില്ല, ഉറപ്പ് പറയാനായിട്ടില്ല. അപ്പം പോകാൻ പറ്റിയില്ലെങ്കിലും ലോണും പൈസയും ഒക്കെ കൊടുക്കണം. നമ്മൾ കടം മേടിക്കാൻ പഠിച്ചാൽ പോരാ, മേടിച്ചത് നമുക്ക് തിരിച്ചു കൊടുക്കാനും കൂടെ പഠിച്ചെങ്കിലേ നമുക്ക് ആരാണെങ്കിലും തരത്തുള്ളൂ. ഒരാൾ നിരൂപിച്ചാൽ നമ്മുടെ സംഘമൊക്കെ തല്ലി തകർന്ന് പോകാം. കാരണം 10, 15, 20 പേരൊക്കെ ചേർന്നാണ് നമ്മുടെ സംഘം. അപ്പോൾ അതിനകത്ത് ഒരാൾ ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരുന്നാൽ മതി, ബാക്കി നമ്മളെ എല്ലാവരെയും അത് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് ഇവിടെ ഇല്ലാതിരുന്നാൽ കൂടി നമ്മുടെ ലോണും നിക്ഷേപവും പലിശയൊക്കെ അവിടെ കൊടുക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധ ബുദ്ധിയാണ്. അതുകൊണ്ട് ഉഷ്ടിച്ചിട്ട് പോകണം, പൈസയൊക്കെ കൊടുക്കണം. പിന്നെ എന്താ, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് കാര്യങ്ങളുണ്ട്. ചോറൊന്നും കഴിച്ചില്ല, കഴിക്കാൻ തോന്നിയില്ല. എന്നിട്ട് സംഭവമൊക്കെ റെഡി ആയിക്കൊണ്ട് ഇതിപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതെന്നാ സംഭവമാണെന്നൊക്കെ നിങ്ങൾ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നല്ലൊരു അടിപൊളി സന്തോഷം നിറഞ്ഞ ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാവരും കൂടെ പോയി കണ്ടാലോ. ബൈ. കുറച്ച് റവ ഉണ്ടായിരുന്നു, അതൊക്കെ വറുത്തു, റവ പുട്ടുണ്ടാക്കി കഴിച്ചു. എന്നിട്ട് ഇന്നലെ രാത്രി ചേട്ടായി വന്നപ്പോൾ ഒരു ചക്കയും കൊണ്ടാണ് വന്നത്. എന്തിനാണെന്നറിയാവോ? വറക്കാൻ വേണ്ടി. ചേട്ടയുടെ കൂട്ടുകാരൻ എന്നാ പറയുന്നത് ഉത്തമൻ എന്ന് പറഞ്ഞ ഒരു ഒടുങ്ങി ഇന്ന് ചേട്ടൻ കൊണ്ട് കൊടുത്ത കേട്ടോ. ഒത്തിരി സന്തോഷം. എൻ്റെ ദൈവമേ, ഒരു കുറേ ദൂരം കണ്ടാണ് താമസിക്കുന്നത്. അവിടുന്ന് പിന്നെ നമ്മളെ ചങ്ക് മാമനല്ലേ എന്ന് പറഞ്ഞ് ചേട്ടായിക്ക് കൊണ്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ രാത്രി തന്നെ ചേട്ടായി കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ, രാത്രി തന്നെ ഞങ്ങൾ ഞാൻ വെട്ടി അടത്തി കൊടുത്തു. ചേട്ടായി അതെല്ലാം അടത്തി എടുത്തു. പിന്നെ
രാവിലെ ഞാനും ചേട്ടാ എൻ്റെ കൂടെ കുറച്ച് പിറക്കാനായിട്ട് കൂടി കേട്ടോ. അപ്പം ഞാൻ ഓർത്തെന്നാൽ കിട്ടിയ സമയത്ത് അത് വറക്കാം. കണ്ടോ രാവിലെ തന്നെ ഉണ്ടല്ലോ, പിന്നെ കയ്യും കാലിലും ഒക്കെ വേദനയൊക്കെ ആയതുകൊണ്ട് രാവിലെ തന്നെ ഇച്ചിരി കുഴമ്പ് തേച്ചു കുളിച്ചു. അപ്പം അലക്കും കുളിയും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് താഴെ പോയി സെറിയൻ്റെ ഒക്കെ ഷെഡിൽ പോയി ഇച്ചിരി ഇതൊക്കെ കൊണ്ടുവന്ന് കോഴിയുടെ കീഴിലൊക്കെ ഇട്ടു. രാവിലെ ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും മഴയായിരുന്നു. രാവിലെ പിന്നെ ചേട്ടാ ഈ മടലെല്ലാം കൂടെ കൊണ്ടുപോയി തെങ്ങിൻ്റെ ചൂട്ടിയിട്ടിരുന്നു ചുമ്മാതെ. അപ്പോഴത്തേനും നിറച്ച് കുവിച്ചൊക്കെ അതില്ലേ. അപ്പം ഞാനത് തുമ്പ എടുത്തുകൊണ്ട് പോയി വെട്ടി മൂടി. അങ്ങനെ രാവിലെ കുറച്ച് പണികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ ഇവനെയും കൂടെ അങ്ങ് വറുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഉപ്പേറൊന്നും പോലെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോഴത്തേനും ഇപ്പോൾ സതീശൻ ചേട്ടൻ കണ്ടപ്പോൾ സതീശൻ ചേട്ടൻ പറഞ്ഞു, പിന്നെ നമ്മുടെ മുകളിലത്തെ തങ്കമണി ചേച്ചി സതീശൻ ചേട്ടൻ പറഞ്ഞു ചപ്പാത്തിൽ പിന്നെ പുലി ഇറങ്ങിയെന്ന് കേട്ടോ. എൻ്റെ പൊന്നെ 2 ആടുകളെ എങ്ങാണ്ട് കടിച്ചു. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ തൊട്ട് അടുത്ത ഏരിയയാണ് കേട്ടോ. പിന്നെ എന്ത് കുഞ്ഞുങ്ങളും ഒക്കെ സ്കൂളിൽ പോകുന്നതൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എസ്റ്റേറ്റ് നമ്മൾ ആ ബസ്സിലൊക്കെ പോകുമ്പോഴേക്ക് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ചപ്പാത്ത് പാലമൊക്കെ ഞാൻ കാണിക്കുന്നില്ല. അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ട് അപ്പം എല്ലാം പിള്ളേരെയും കടിക്കുകയോ പറക്കുകയൊക്കെ ചെയ്താൽ ഇന്ന് ഇതിനൊന്നും ഒരു നിയമവും ഇല്ല. നമുക്ക് എന്താ പറയുക, മനുഷ്യൻ്റെ ജീവന് ഒരു വിലയില്ല ഇന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ. ഇതിനെയൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ കുരുക്ക് വെച്ചിട്ടോ ഇവർ കുരുക്ക് വെച്ചിട്ടാന്ന് പറഞ്ഞിട്ട് അവരെയും കൂടെ പിടിച്ചകത്തിടുന്ന ഒരു നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്നാവും നടത്തിട്ട് വീഡിയോ എടുത്തോണ്ടിരുന്ന ഇടയിലുണ്ടല്ലോ എണീറ്റ് അപ്പുറത്ത് വരെ പോകേണ്ടതായിട്ട് വന്നു. കാരണം ഭയങ്കര തുമ്മൽ എന്ന് വെച്ചാൽ ഭയങ്കര തുമ്മൽ. അപ്പം ജലദോഷത്തിന് ഗുളിക കഴിക്കാൻ വേണ്ടി പോയതാണ്. അയ്യോ എന്ന് പറഞ്ഞാൽ പിന്നെ പുലി ഇറങ്ങിയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പം എന്നെ റോസ്മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വേറൊരു കൊച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. സിന്ധുമേ ഉപ്പുകറയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ നോക്കിയതാ. ഇന്നോണക്ക് പുലി ഇറങ്ങിയെന്ന് പറഞ്ഞു. സ്കൂട്ടിയും കൊണ്ടൊന്നും പോരുതേ, റീൽസ് എടുക്കാനൊന്നും അവിടെ ഇവിടെ ഒന്നും നിന്നേക്കരുതേ. എൻ്റെ ദൈവമേ, അല്ല നമ്മളോടുള്ള ആ കരുതൽ സ്നേഹമാണ് കേട്ടോ അതുങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നത്. പിന്നെ ദൈവം എങ്ങനെയാണ് വെച്ചേക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്നാലും ഞാൻ ആലോചിക്കുക ഈ കാട്ടുപന്നിയോ ശല്യവും ആനശല്യവും. ഇപ്പം കാക്കത്തോട്ടി നമ്മുടെ തറവാട് വീടിൻ്റെ തൊട്ടടുത്തൊന്നും വന്നില്ല, എന്നാലും കാക്കത്തോട്ടിൽ ആന വന്നേക്കുന്ന കഴിഞ്ഞ ദിവസം ചേട്ടാ എന്നെ കൊണ്ടുപോയി ഫോട്ടോ കാണിച്ചായിരുന്നു. എൻ്റെ പൊന്നെ എങ്ങനെയൊക്കെ ആവുമെന്ന് ദൈവത്തിനറിയാം. ഈ കണ്ടീഷനിൽ പോയാൽ ഒരു 2-3 വർഷം കൂടെ കഴിയുമ്പോഴത്തേനും ഉപ്പുപാറ സിറ്റിയൊക്കെ ആന കടുവായും പുലി സിംഹവും ഒക്കെ ആവും. എന്നെ ചെയ്യാൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അപ്പം ചക്കയുടെ സമയമൊക്കെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയപ്പോൾ ഇച്ചിരി വറക്കാമെന്ന് വിചാരിച്ചു. വറക്കുന്നതിന് വേറൊരു കാര്യമുണ്ട്. വേറെ ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വറക്കുന്നത്. അത് ആൾക്ക് എന്നാന്നൊക്കെ ഉള്ളത് വഴിയെ കാണിച്ചു തരാം കേട്ടോ. പോയത് അപ്പം എണ്ണ ഇവിടെ ആയിട്ടുണ്ട്. ഇവനെ ഓടിട്ട് കൊടുക്കാവേ. നമ്മുടെ വറക്ക പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. അത്രയും വറുത്തപ്പം എന്തേലും ഉള്ളതെന്ന് കണ്ടോ. അയ്യോ അതാണ് ഈ ചക്കവറക്കൊക്കെ ഒരു 3-4 ചക്ക വെട്ടി വറുത്താലേ ഇച്ചിരി ഏറെ 2-3 ടിന്ന് നിറച്ച് വെക്കാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഉണ്ടാക്കുമല്ലേ, ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 വെട്ടി വറക്കുവാണെങ്കിൽ കുറേ 3-4 ടിന്നകത്ത് നിറച്ചിട്ട് വെക്കാൻ പറ്റും. ആരെങ്കിലും ഒക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും. എന്തായാലും ഇന്ന് ഇത്രേ കിട്ടിയുള്ളൂ. കിട്ടിയത് ഞാൻ വറുത്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടോ, ഈ കോരിച്ചൊരിയുന്ന മഴയത്തും എനിക്ക് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്തിട്ട് ഓടി വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ പേരെന്നോട് മാതാവിൻ്റെ അടുത്ത് പോയി തിരി കത്തിക്കാവോ സിന്ധുമേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ആവശ്യത്തിനൂടെ കൂടിയാണ് ഇന്ന് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. നല്ല മഴയുണ്ട്, അതൊന്നും കണക്കിലെടുക്കുന്നില്ല കേട്ടോ. ഉണ്ടോ, കാറ്റൊക്കെ ചില്ലറയാണെന്നുണ്ട്. ഇതെല്ലാം ഒടിഞ്ഞു വീണു. ഉണ്ടോ, കഴിഞ്ഞ ദിവസം ഒടിഞ്ഞു വീണു എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഉണ്ടോ കടപ്ലാവൊക്കെ. അപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. തിരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കത്തിക്കട്ടെ കേട്ടോ. വെട്ടം കാരണം അങ്ങനെ ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്നാലും അമ്മ മാതാവിൻ്റെ തൃപ്പാദത്തെങ്കിൽ എന്ത് കാര്യം നമ്മൾ സമർപ്പിച്ചാലും അമ്മ മാതാവ് അത് സാധിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത്രയും മഴയത്തും കാറ്റത്തും ഒക്കെ ഒറ്റ തിരിപോലും കെടാതെ കത്തി നിൽപ്പുണ്ട്. അപ്പോൾ മാതാവിന് ഭയങ്കര സന്തോഷമായി എന്നാണ് ഞാനതിൽ നിന്ന് വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ വല്ലതും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ ഒരു മനസ്സിലെ കണ്ടോ ഈ മഴയത്തും കാറ്റത്തും ഒന്നും കെടാണ്ട് കത്തി നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ആവശ്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ലക്ഷ്മി മോളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജ്യോതിയുടെ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിയൊക്കെ ഇന്ന് പോവാണ്. അതുപോലെ തന്നെ എൻ്റെ പൊന്നാങ്ങള ഒരു ബിസിനസ് സംരംഭം മുടങ്ങിക്കിടന്ന് വീണ്ടും തുടങ്ങുവാണ്. അപ്പോൾ ആ ആങ്ങളയുടെ കാര്യം ഓർത്ത് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ എൻ്റെ കുഞ്ഞിന് പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്നു. അമ്മൂന് അവളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓരോരുത്തരും മറന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരികെ എത്തിക്കാനൊക്കെ പറഞ്ഞവരുടെ അങ്ങനെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മാതാവെ കാത്തേക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ മാതാവമ്മേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാതാവ് എല്ലാ ഫലങ്ങളും അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ തരും. അപ്പോൾ ഞാൻ ഈ മാതാവിൻ്റെ ഫോട്ടോ കാണിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മാതാവമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അപ്പോൾ മാതാവമ്മ എന്താ പറയുന്നത്, നമ്മുടെ സഞ്ചാരി മാതാവെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ കൃപാസന മാതാവും ഈ അമ്മ മാതാവും എല്ലാം ഒന്നല്ലേ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം അമ്മ മാതാവ് കാവലായിട്ട് തുണയായിട്ട് നമ്മുടെ കൂടെ വന്നെല്ലാം സാധിച്ചു തരും കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ചൂണ്ടയാ കേട്ടോ, വല്ല മീനെ പിടിച്ചിട്ട് വന്നാവും ചൂണ്ടയിട്ടിട്ട് ഇന്നാൾ പിടിച്ചിട്ട് വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വേണ്ടത് കറങ്ങി 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 ഞാനിപ്പം നമ്മുടെ ഉഷേച്ചിയുടെ വീടിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇറക്കിയൊക്കെ പോയിട്ടാ ഇത് നോക്കിയാൽ നല്ല രസമില്ലേ കാണാനായിട്ട് ഈ വെള്ളപ്പൂവ്. ഇതിൻ്റെ ഒരെണ്ണം നമുക്ക് മേടിച്ച് തരണം. ഞാൻ ഉഷേച്ചിയുടെ അവിടെ നിന്ന് എപ്പോഴും പറിച്ചുകൊണ്ട് നടന്നു കേട്ടോ. മഴ പെയ്ത് പെയ്ത് പോയെന്നാണ് പറഞ്ഞത്. ഇപ്പം നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഞാൻ ഈ എല്ലാം നല്ലതാണല്ലോ ഉഷേച്ചി ഇടയ്ക്കത്തെ വഴിയായതുകൊണ്ട് നല്ല രസമാണ്. ഇവിടെയൊക്കെ നട്ടു പിടിപ്പിച്ച് ഗേറ്റും ഒക്കെ പിടിപ്പിച്ച് മതിലും ഒക്കെ പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് നല്ലതാണ്. മുഖം ഒന്ന് കാണിക്ക് വല്ലപ്പോഴും ഒക്കെ ഉച്ചേച്ച് നാണം കുണിക്കുക കേട്ടോ. ഫേസ് കാണിക്കാതെ കയറിപ്പോയി. പിന്നെ എന്നാ ചെയ്യാനാ, നമ്മുടെ ഉച്ചേച്ചിയപ്പോഴൊക്കെ തന്നെ ഒരു സാധനമാണ്. ഉപ്പ് തറക്കൊക്കെ പോട്ട് വന്നു 12:30 ആയപ്പോൾ ഇവിടുന്ന് പോയതാണ് കേട്ടോ. ബാങ്കിൽ പോകേണ്ടത് കൊണ്ടാണ് അത്രയും നേരത്തെ പോയത്. എന്നിട്ട് വന്നപ്പോഴാണെന്നറിയാം 4:30. കയ്യിലെല്ലാം കറങ്ങി ഇതേ ബന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ് കേട്ടോ. ഇത് ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 4 എണ്ണമാണ് കേട്ടോ. നല്ല ചൂട് തന്നെയാണ്. പഴവും മേടിച്ചു. പഴം ഇരട്ടപ്പഴം കഴിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടപ്പിള്ളേരുണ്ടാവും എന്ന് പറയാമായിരുന്നു. ദൈവമേ, വന്ന് കൈയും കാലും ഒന്ന് കഴുകി, മുഖം കഴുകിയില്ല കേട്ടോ. നേരെ അവിടുത്തെ അങ്ങനെ എൻ്റെ കൂടെ കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കുടയുടെ സൗണ്ട് കേട്ടു, കാറ്റ്. എന്നല്ല ഇനി കഴിച്ചിട്ട് പോയി നോക്കാം. സിറ്റോട്ടി ഞാൻ നൂർത്ത് വെച്ചിട്ട് വന്നാൽ കേട്ടോ. അപ്പോൾ പഴവും മഞ്ഞും കൂടി എനിക്കിഷ്ടമാണ്. ഇവിടുന്ന് പോയത് ഇപ്പോൾ 12:30 ചോറുണ്ണാതെയാണ് പോയത്. ചക്കയൊക്കെ വറുത്ത് വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പോയി പെട്ടെന്ന് ഒരുങ്ങി. പിന്നെ ബാങ്കിലൊക്കെ പോയി അവിടെ ഇവിടെ എല്ലാം കറങ്ങി കയറി ലാസ്റ്റ് ഉഷേജിയുടെ അടുത്ത് വന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് ഇങ്ങോട്ട് വന്നു. തയ്യുന്ന സംഘമുണ്ട് അടുത്ത ദിവസം. അന്നേരം എനിക്ക് അന്ന് ചിലപ്പോൾ പോകാൻ പറ്റത്തില്ല. അപ്പം നേരത്തെ തന്നെ കൊണ്ടുപോയി പൈസ ഒക്കെ കൊടുത്ത് ലോണുണ്ടല്ലോ അതൊക്കെ അടയ്ക്കണ്ടേ, അതൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നാൽ കേട്ടോ. ചായ ഉണ്ട് കേട്ടോ, ചൂട് ചായ. ചോറ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടം. ഉഷേജ് പറഞ്ഞു ഇച്ചിരി ചോറിനടി വേണേ, ഇച്ചിരി ചോറിനടി വേണേ എന്നൊക്കെ പറഞ്ഞു. നത്തോലി വറുത്തമുണ്ട്, പോർക്ക് കറിയുണ്ട്, സാമ്പാറുണ്ട്, രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പക്ഷെ കഴിച്ചില്ല. സാധാരണ കഴിക്കുകയൊക്കെ ചെയ്യുന്ന കേട്ടോ, ഇന്ന് കഴിച്ചില്ല. ചോറ് വേണ്ട കഴിച്ചിരുന്നു. അപ്പം ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ ഫോർമേൽ അടുത്തെത്തിയപ്പം നമ്മുടെ എന്നാ പറയുന്നത് സഡൻ ബ്രേക്ക് ഇട്ട പോണൊക്കെ അവിടെ നിന്ന് ഫോർമേലെ ചെറുക്കോച്ചോട് ചോദിക്കാൻ ചേച്ചി വന്നു മാത്രമേ മേടിക്കുന്നുള്ളൂ, വന്നു ഭയങ്കര ഇഷ്ടമാണോ എന്ന്. ഞാൻ പറഞ്ഞു വന്നു എനിക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ വന്നിന്. നല്ല ഇപ്പോൾ ചൂടോടെയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ വണ്ടിയൊന്നും കൊണ്ടുപോകാതെ പോയത്. മഴയായിരുന്നു. ഇന്നത്തെ കൂടെ ഒരു മഴയുണ്ടല്ലോ. എനിക്കറിയില്ല എന്നോ മഴയാണെന്നറിയോ, ഭയങ്കര മഴയായിരുന്നേ. അതുകൊണ്ട് ഞാൻ വണ്ടി എടുക്കാതെ പോയത്. അവിടെ ചെന്നപ്പോൾ ബാങ്കിൽ കുറേ സമയം നിൽക്കേണ്ടി വന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു ഇന്ന്, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം കുറേ സമയം നിൽക്കേണ്ടി വന്നേ. അപ്പോൾ ചേട്ടാ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, എന്നാൽ പിന്നെ നിനക്ക് വണ്ടിയും കൊണ്ട് വരത്തില്ലായിരുന്നു. മഴയാണെങ്കിൽ ചെളിയാണെങ്കിൽ വണ്ടി കൂടെ നനക്കിയേക്കരുതെന്ന് ഓർഡർ ഇട്ടേക്കുന്ന സാറാ. നമ്മൾ മഴയാണെങ്കിൽ നിങ്ങളല്ലേ പറഞ്ഞ വണ്ടി എടുക്കുന്നത്, അതിനുള്ള കോട്ട് മേടിച്ച് നിൽക്കുന്നതെന്ന്. അവൾ പിന്നെ എന്തിനാ നമുക്ക് കോട്ട് മേടിച്ചത്. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ ശരി ഞാൻ വണ്ടി എടുത്തില്ല ചേട്ടായിന്ന് തോന്നുന്നു. എന്നിട്ട് ചേട്ടൻ്റെ കടയിൽ ചെന്നപ്പോഴത്തേനുണ്ടല്ലോ കോഴിത്തീറ്റ എല്ലാം കൂടെ മേടിച്ച് വെച്ചേക്കാം, കോഴിത്തീറ്റയും പാലും എല്ലാം കൂടെ. ഞാൻ പറഞ്ഞു എനിക്ക് ചോദിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം. മാതാവിൻ്റെ അടുത്ത് പോകാമെന്ന കാര്യം ഞാൻ പറഞ്ഞില്ല കേട്ടോ വീഡിയോയ്ക്കത്. എനിക്ക് മാതാവിൻ്റെ അടുത്ത് പോകണം. അതുകൊണ്ട് തന്നെ 2-3 കടകളിലും കാര്യങ്ങളും കയറണം. പിന്നെ ഉഷേച്ചിലോട്ട് സംഗതി പോകണം. അതുകൊണ്ട് ഞാൻ ചുമന്നുകൊണ്ട് പോകത്തിരുന്നു. ചുമട്ടുകാരൻ സൂര്യനുണ്ടല്ലോ ഞാൻ കൊണ്ടുതേക്കാതെ. ചേട്ടായി വൈകിട്ട് എന്നെല്ലാം വണ്ടിക്കല്ലേ വരുന്നത്. വണ്ടിയുടെ കൊണ്ടുവരട്ടെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പോന്നു. വന്നു വിശപ്പിൻ്റെ വിളി കൊണ്ട് ഒരു വന്നും 2 പഴവും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞേക്കാം, പ്രാർത്ഥന മാതാവിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞവരുടെ എല്ലാവരുടെയും കാര്യങ്ങൾ പോയി പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഓരോരുത്തരും ആ മാതാവിൻ്റെ ആ ഭാഗം വരുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ആ മാതാവിനോടൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഞാൻ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളും കൂടെ പറയുമ്പോൾ അതിനൊന്നുകൂടെ ഫലമാകും.
എന്താ പറയാ, അതാണ് അതിൻ്റെ ഒരു സുഖം, അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പം അമ്മ അതിനെ കാണുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം ഒന്ന് പറയും കേട്ടോ. ഇത്രയും പേരും മഴയായിരുന്നു ഇന്ന്, എന്നിട്ട് ഞാൻ വണ്ടിയൊന്നും ഇല്ലെങ്കിലും എൻ്റെ ആവശ്യത്തിനും നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും പറയാനായിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒത്തിരി മനസ്സിന് സന്തോഷമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കൊത്തിരി സന്തോഷവും സമാധാനമാണ് കേട്ടോ എൻ്റെ അമ്മ അതിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് അത്രയ്ക്കൊരു മനസ്സിന് സമാധാനവും കാര്യങ്ങളുമാണ് അവിടെ പോയി നിൽക്കുമ്പോൾ. പിന്നെ എൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം പറയാനുണ്ടായിരുന്നു, പിന്നെ അമ്മൂൻ്റെ ഉണ്ടായിരുന്നു. അവൾക്കന്നെ നമ്മുടെ ജ്യോതിയും മക്കളും കൂടെ ഇന്ന് പോവാണ്, അവരുടേതുണ്ടായിരുന്നു കാര്യങ്ങൾ പറയാൻ. പിന്നെ എൻ്റെ ഒരു പൊന്നാങ്ങളെ ഒരു സംരംഭം ഉണ്ടായിരുന്നതാണ്, നല്ല രീതിയിൽ അത് റോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോഴാണ് കോവിഡൊക്കെ വന്നത്, തൽക്കാലത്തേന് നിർത്തേണ്ടതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്ന് മുതൽ പുനരാരംഭിക്കാനുള്ളൊരു ശ്രമവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലക്ഷ്മി എന്ന് പറഞ്ഞ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അഞ്ജലി മോൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും പേര് ഞാൻ ഓർത്തിരിക്കുകയല്ല കേട്ടോ. പക്ഷേ ഇത് വീഡിയോ ഓഫാക്കി പറയും, അയ്യോ ആ കൊച്ചു പറഞ്ഞല്ലേ ഈ കൊച്ചു പറഞ്ഞല്ലേ എന്ന് ഓർമ്മ വരും. അപ്പോൾ എന്നോട് പറഞ്ഞ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, പോയി തിരിയും കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ മാതാവിൻ്റെ ഇത് വരുമ്പോൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാണ്, പ്രാർത്ഥിക്കുക. അപ്പം നമ്മുടെ കഷ്ടകാലവും ദുരിതങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് ഒരാശ്വാസം അമ്മ മാതാവ് തരും, ഉറപ്പാട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉടുപ്പി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂടുതലും ആ ബെൽ ബട്ടൺ ഒന്ന് തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.